നമസ്കാരം. നമുക്ക് ഏറ്റവും വിഷമമുണ്ടായിരുന്ന ഒരു സംഭവമാണ് നമ്മുടെ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ തോറ്റുപോയത്. ഇപ്പോൾ ദിവസം രണ്ടായിട്ടും ആ വിഷമം അതുപോലെ തന്നെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഫാൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ വിയോജിക്കുന്നുണ്ടാക്കാം, എന്നാലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം നമ്മുടെ സ്റ്റീവ് കോപ്പൽ, നമ്മുടെ ആശാൻ, വളരെ മനോഹരമായിട്ട് നമ്മളെ ഫൈനൽ വരെ കൊണ്ടുവന്നു. അദ്ദേഹത്തെ തന്ത്രങ്ങൾ മികച്ചതായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ഫൈനലിൽ അദ്ദേഹത്തിന് ചില പാളിച്ചകൾ പറ്റിയോ ലൈനപ്പ് തൊട്ടിട്ട് എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഇത് എനിക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫാൻസിനും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം ഒന്നുകൂടി മികച്ച ലൈനപ്പ് കൊണ്ടുവരാമായിരുന്നു എന്ന്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു ചോദ്യം എനിക്ക് തോന്നിയത്, ഈ നമ്മുടെ ആരോൺ ഹ്യൂസിനെ ഇറക്കിയത് എന്തിനാണ്? ഇപ്പോൾ സത്യത്തിൽ നമ്മുടെ ഏറ്റവും മികച്ച പ്ലെയറാണ്. അദ്ദേഹം ഇല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ ഡിഫൻസ് ആടി ഉലഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഡൽഹിക്കെതിരായുള്ള കളിയിൽ അദ്ദേഹത്തിന് പരിക്കുണ്ടായിരുന്നു. അദ്ദേഹം കളിക്കുമോ എന്ന് നമുക്ക് ഉറപ്പില്ലായിരുന്നു. അപ്പോൾ ഫൈനൽ പോലുള്ള ഒരു ക്രൂഷ്യൽ മാച്ചിൽ പരിക്കുള്ളൊരു പ്ലെയറിനെ ഇറക്കിയതിന് എനിക്കറിയില്ല അത് എന്തുകൊണ്ട് ചെയ്തു എന്ന്. കാരണം 30 മിനിറ്റ് അദ്ദേഹം കളിച്ചു, എന്നാൽ പോലും ആദ്യത്തെ 5 മിനിറ്റിലെ ആ പഴയ പരിക്ക് വന്ന് അദ്ദേഹത്തിന് ഫീൽഡ് വിട്ട് പോകേണ്ടി വന്നിരുന്നെങ്കിലും 120 മിനിറ്റോളം കളി പോകേണ്ട കളിയാണ്. ആദ്യത്തെ 5 മിനിറ്റിലേ വന്നു വെച്ചാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ പോയി, റൈറ്റ്? അപ്പോൾ അതിലെനിക്കൊരു ശരിയായിരുന്നില്ല, അദ്ദേഹത്തിന് പുറത്തിരിക്കാമായിരുന്നു. രണ്ടാമത്തത് നന്ദിക്ക് പകരം സ്റ്റാക്ക്. കാരണം നന്ദി നമ്മുടെ സ്റ്റാറായി മാറി നമ്മുടെ സെമിയിൽ. എങ്കിൽ പോലും അദ്ദേഹം ആ കളിയിൽ തന്നെ ഫീൽഡിൽ വളരെ മിസ്റ്റേക്കുകൾ കുറച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാക്കിനെ കൊണ്ടുവന്ന് ശരിയായ തീരുമാനം തന്നെയാണ്. അദ്ദേഹം ബിഗ് മാച്ച് പ്ലെയറാണ്, എത്രയോ ഇത്തരം യുദ്ധങ്ങൾ കണ്ട മനുഷ്യനാണ്. അദ്ദേഹം വന്നത് നന്നായിരുന്നു, അത് കറക്റ്റാണ്. പക്ഷെ നമുക്ക് അപ്പോൾ 5 പേരെ മാത്രമേ, വിദേശ കളിക്കാരെ മാത്രമേ ഫീൽഡിൽ ഇടാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ലൈനപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും വിചാരിച്ചു കാഡിയോ വരും എന്ന് വിചാരിച്ചു. കാരണം ഡൽഹിക്കെതിരെ അദ്ദേഹം മിക്ക സമയത്തും മാർസലോ എന്ന് പോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയറിനെ നന്നായിട്ട് പൂട്ടിയിരുന്നു. അദ്ദേഹത്തിന് ഒരു മിസ്റ്റേക്ക് വരുത്തിയത് മാർസലോ ഗോൾ അടിച്ചു, എങ്കിലും ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വിചാരിക്കാം. അപ്പോൾ കാഡിയോയും റിനോ ആൻഡോയും, ഇപ്പോൾ ഇഷാക്കിനാണ് ഇറക്കിയത്, അത് വേറൊരു അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നിയത് ഹ്യൂസിന് പകരം കാഡിയോയും ഇഷാക്കിന് പകരം റിനോയും ഇറങ്ങിയിരുന്നുവെങ്കിൽ നമ്മൾക്ക് ആ സമീക് ഡ്യൂട്ടി എന്നുള്ള പ്ലെയറിനെ പൂട്ടാനുള്ള സാഹചര്യം കിട്ടുമായിരുന്നു. കാരണം സമീക് ഡ്യൂട്ടി അവിടെ പറന്ന് കളിക്കുക എന്നത് ATKയുടെ പ്ലാൻ A ആയിരുന്നു. അത് അവർക്ക് വർക്ക് ചെയ്തു. അവൻ എപ്പോൾ അവിടെ കളിച്ചോ നമുക്ക് പ്രഷറായപ്പോൾ നമ്മൾക്ക് നമ്മുടെ 2 മികച്ച ഫോർവേഡ്സിന് ബാൾ കൊടുക്കാനേ പറ്റിയില്ല. ഒരു വിഷമം തോന്നിയ കാര്യം, ബെൽഫോർട്ടൊക്കെ നമ്മുടെ ഡിഫൻസിൽ വന്ന് ബാൾ കൊണ്ടുവരികയായിരുന്നു, അല്ലേ? അവർക്ക് മിഡ്ഫീൽഡിൽ നിന്ന് ബാൾ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല, കാരണം നമ്മളിവിടെ പ്രഷർ അനുഭവിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നാസോൺ എന്നുള്ള പ്ലെയറിനെ പറയുമ്പോൾ നമ്മളുടെ ബെൽഫോർട്ട് നമ്മുടെ ഓമന ആയതുകൊണ്ട് നാസോണിനെ നമുക്കത് തോന്നുന്നില്ല. പക്ഷെ ഡൽഹിക്കെതിരെ അദ്ദേഹം കാണിച്ചു തന്നു അദ്ദേഹത്തിന് എങ്ങനെ ഗോളടിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇവർക്ക് ബാൾ കിട്ടുന്നുണ്ടായിരുന്നില്ല, അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ട് ഇവർ അത് ചെയ്തില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് തോന്നി. പിന്നെ 70 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് ഡൽഹിക്കെതിരെയും അതുപോലെ തന്നെ സംഭവിച്ചത്. പക്ഷെ അതിലെനിക്ക് ചെറുതായിട്ട് തോന്നി, കോപ്പൽ വിചാരിച്ചു 10 പേരല്ലേ കളിക്കില്ല 90 മിനിറ്റ്സ് തന്നെ എന്ന് വിചാരിച്ചിട്ട് ഇറക്കിയതായിരിക്കാം. അപ്പോൾ അത് ശരിയായിട്ട് തോന്നി. കാരണം 70 മിനിറ്റിലും ഗോളടി വരാലോ 10 പേരുള്ള ടീമിനെതിരെ. പക്ഷെ 10 പേരുള്ള ഡൽഹി നമ്മളെ ഓവർടേക്ക് ചെയ്യായിരുന്നു എന്നുള്ളതായിരുന്നു വേറൊരു കാര്യം അവിടെ. എങ്കിൽ പോലും ഇവിടെ 70 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഏകദേശം കളി 120 മിനിറ്റ് പോകുമെന്ന തോന്നൽ വന്ന സമയത്ത് കുറച്ച് വൈകി ഇറക്കാമായിരുന്നു എന്ന് തോന്നി. ഇത്തരത്തിലുള്ള 1-2 കാര്യങ്ങളാണ് തോന്നിയത്. പിന്നെ പെനാൾട്ടിയൊക്കെ നമ്മുടെ ഭാഗ്യമാണ്, നമ്മൾ തോറ്റുപോയി, അത് ഒന്നും പറയാനില്ല. എന്തായാലും കോപ്പലിനെ അങ്ങനെ നമ്മുടെ കോപ്പൽജീനെ വിമർശിച്ചതല്ല, പക്ഷേ അദ്ദേഹത്തിന് വളരെ സ്നേഹമാണ്. അടുത്ത കൊല്ലം അദ്ദേഹം തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മനസ്സിൽ തോന്നിയ ഇപ്പോൾ ഒരു വിഷമം ചിലത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.